നൽകിയത് ഡോക്ടർ എൽസി ഉമ്മൻ, മനഃശാസ്ത്രജ്ഞ കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ എൽസി ഉമ്മൻ, ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ട രണ്ട് ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ്. ഗാസിയാബാദിലെ സഹോദരിമാരുടെ ആത്മഹത്യ, അതോടൊപ്പം തിരുവാങ്കുളത്ത് ഒരു പെൺകുട്ടി പാറമടയിൽ നിന്നും ചാടി ജീവനൊടുക്കിയ സംഭവം. ഒരുപക്ഷെ താങ്കളുടെ അടുത്ത് ഇതുപോലെ നിരവധി മാതാപിതാക്കൾ മക്കളെയുമായി വരുന്നുണ്ടാകാം. ഓൺലൈൻ ഗെയിമിൻ്റെ അടിമത്തത്തിൽപ്പെട്ട് ജീവിതം തകരുന്ന കുട്ടികൾ, അവരുടെ ഒരു ഭാവി പോലും വലിയ അപകടത്തിലാണ്. പക്ഷെ അതിൻ്റെ ഒരു എത്രത്തോളം ദുരന്തത്തിലാണ് അല്ലെങ്കിൽ അപകടത്തിലേക്കാണ് നമ്മുടെ പുതിയ തലമുറ പോകുന്നതെന്നാണ് ഈ രണ്ട് സംഭവങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇതുപോലെ ഈ കൊറിയൻ ഗെയിമുകളുടെ അല്ലെങ്കിൽ കൊറിയൻ ലൈഫ് സ്റ്റൈലിൻ്റെ അടിമത്തത്തിൽപ്പെട്ട ഏതെങ്കിലും കുട്ടികളെ അങ്ങയുടെ അടുത്തേക്ക് ഏതെങ്കിലും മാതാപിതാക്കൾ എത്തിച്ചിട്ടുണ്ടോ? എത്രത്തോളം അപകടകരമായിട്ടുള്ളൊരു അവസ്ഥയിലാണ് നമ്മുടെ പുതിയ തലമുറ ഇപ്പോൾ നിൽക്കുന്നത്? ഡോക്ടർ എൽസി ഉമ്മൻ. തീർച്ചയായിട്ടും കൊറിയൻ ഗെയിംസിന് അടിമപ്പെട്ടവരെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് തന്നെയല്ല, വെബ് സീരീസ്, കൊറിയൻ സീരീസ് ഉണ്ട്. അപ്പോൾ ആ തരത്തിൽ എല്ലാ ദിവസവും കാണാൻ വ്യഗ്രത ഉള്ള കുട്ടികളെ കൊണ്ടുവന്ന് ഞാൻ തീർച്ചയായിട്ടും ഓർക്കുന്നുണ്ട്. ഈ കൊറിയൻ ഗെയിംസ്, അത് ഇന്ന ഗെയിമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഏത് ഗെയിം ആണെന്നുണ്ടെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് ആവർത്തിച്ച് കളിക്കാൻ, അത് ഉറക്കവും ഉപേക്ഷിച്ച് ഭക്ഷണവും ഉപേക്ഷിച്ച് അവരുടെ ദിനചര്യകളെ ഉപേക്ഷിച്ച് സ്കൂളിൽ പോകുന്നതും എല്ലാം ഉപേക്ഷിച്ച് പഠിത്തവും പുറകോട്ടായി ആ തരത്തിൽ ഏത് ഗെയിമിൽ വ്യാപൃതരായാലും അതിന്റെ അർത്ഥം ആ കുട്ടി ആ ഗെയിമിനോട് അഡിക്റ്റഡ് ആണ് എന്ന് തന്നെയാണ്. പ്രത്യേകിച്ചും ഈ കൊറിയൻ ഗെയിം ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ അടുത്തിടെ കലോത്സവത്തിൽ എന്നെ ഏറ്റവും കൗതുകപ്പെടുത്തിയത്, പല ചാനലുകാരും കുട്ടികളോട് ആദ്യത്തെ ചീഫ് മിനിസ്റ്റർ ആരാണ്, ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഈ പറയുന്ന സോക്കോൾ ജെൻസി കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ജെൻ ആൽഫയാണല്ലോ, അവർക്കൊന്നും തന്നെ ഇതറിയത്തില്ല. നേരെ മറിച്ച് ആപ്പറ്റ് ആപ്പറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൊറിയൻ പാട്ട് വളരെയധികം ഹിറ്റായി. അത് മൂളാത്ത കുട്ടികളില്ല. ഏതെങ്കിലും ഒരു കുട്ടിക്ക് അത് മൂളാൻ അറിയത്തില്ലെങ്കിൽ ആ കുട്ടി ഒറ്റപ്പെടുന്നു ക്ലാസ്സിൽ. നിനക്കിത് അറിയത്തില്ലേ എന്നുള്ള മട്ടിൽ പരിഹാസമാണ് കൂടെയുള്ള കുട്ടികൾ നൽകുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ കുട്ടികൾക്ക് തന്നെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു ഇതൊക്കെ വാച്ച് ചെയ്യാനായിട്ട്. പക്ഷേ ഇതിന്റെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം എന്താണെന്ന് കുട്ടികളോ മാതാപിതാക്കളോ തിരിച്ചറിയുന്നില്ല. എല്ലാം കഴിഞ്ഞ് ബോർഡ് എക്സാം അടുത്ത് വരുമ്പോൾ, കുട്ടി തോൽക്കുമെന്നൊരു ഘട്ടം വരുമ്പോൾ, അല്ലെങ്കിൽ A+ കിട്ടാൻ യോഗ്യതയുള്ള കുട്ടിക്ക് 90+ കിട്ടത്തില്ല എന്നൊരു സാഹചര്യം വരുമ്പോഴായിരിക്കും പലപ്പോഴും എന്നെ പോലുള്ളവരുടെ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് മാതാപിതാക്കൾ ഇത്തരം കുട്ടികളെ കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു അച്ചടക്ക നടപടി സ്കൂളിൽ നിന്നും ഫേസ് ചെയ്യുമ്പോൾ, സ്കൂളിൽ നിന്ന് സജസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും ഇത്തരം കുട്ടികളെ കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും ഏതൊരു കുട്ടിക്കാണെന്നുണ്ടെങ്കിലും മോണിറ്ററിംഗ് ആവശ്യമാണ്. എപ്പോഴാണ് ഈ മോണിറ്ററിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? കുട്ടി ജനിക്കുമ്പോൾ തന്നെ. ഒരു 0 to 2 years, 2 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് യാതൊരു കാരണവശാലും ഒരു സ്ക്രീനിന്റെയും ഡിവൈസ് കൊടുക്കാനായിട്ട് പാടില്ല. അതിപ്പോൾ ലാപ്ടോപ്പ് ആയിക്കോട്ടെ, മൊബൈൽ ആയിക്കോട്ടെ. കുട്ടികൾ ഭക്ഷണം കഴിക്കാനും ഒക്കെയും പേരൻസ് എടുക്കുന്ന ഒരു തെറ്റായ നടപടിയാണ് ആ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ഡിവൈസ് കൊടുക്കുക എന്നുള്ളത്. 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് യാതൊരു കാരണവശാലും ഒരു സ്ക്രീനും കൊടുത്തുകൂടാ. 3 തൊട്ട് 6 വയസ്സ് വരെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു കൂടിപ്പോയാൽ അരമണിക്കൂർ എന്ന് രാവിലെ 15 മിനിറ്റ് കൊടുത്താൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വൈകുന്നേരം 15 മിനിറ്റിൽ കൂടുതൽ എന്തെങ്കിലും ആവശ്യമില്ലാതെ കൊടുക്കാനായിട്ട് പാടില്ല. ഇത് ഓരോ കുട്ടികളുടെയും പ്രായം അനുസരിച്ചിട്ടാണ്. അപ് ടു 11 years, 6 തൊട്ട് 11, 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അത്യാവശ്യം ഘട്ടങ്ങളിൽ 1 മണിക്കൂർ വരെ, അതിനപ്പുറത്തേക്ക് കൊടുക്കാൻ പാടില്ല. 11 തൊട്ട് 18 വയസ്സുള്ള ഒരു കുട്ടികൾക്ക് കൂടിപ്പോയാൽ ഒരു 1-1.5 മണിക്കൂർ അല്ല 2 മണിക്കൂർ. അതും ഈ എന്റെ വാക്കുകളെ ദയവായി ആ തരത്തിൽ കോട്ട് ചെയ്യരുത്. അതിന്റെ അർത്ഥം എല്ലാ 11-നും 18-നും വയസ്സിനിടയുള്ള കുട്ടികൾക്ക് എല്ലാ ദിവസവും 2 മണിക്കൂർ കൊടുക്കണമെന്നല്ല അതിന്റെ അർത്ഥം. അവരുടെ മറ്റ് ആക്ടിവിറ്റീസുമായിട്ട് താതാത്മ്യപ്പെടുത്തി അതൊരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് മാത്രം വേണം കൊടുക്കാൻ. അല്ലാതെ തിരിച്ച് സ്കൂളിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ആകെ 2 മണിക്കൂറേ ഉള്ളൂ, ആ 2 മണിക്കൂർ ഗാഡ്ജറ്റിൽ മുഴുകിയിരിക്കാനുള്ള ഒരു പെർമിഷൻ ഉണ്ട് എന്നൊരു തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ കുട്ടികൾക്ക് യാതൊരു കാരണവശാലും ഡിവൈസസ് കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കുട്ടി, നമ്മൾ എപ്പോഴും കണ്ടുവരുന്നതാണ്, പലപ്പോഴും പേരൻസിനോട് പറയും. ഡോക്ടർ എൽസി ഉമ്മൻ, ഇവിടെ എന്തുകൊണ്ടാണ് പല മാതാപിതാക്കളും ഈ ഫോൺ കുട്ടികൾക്ക് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ചില സാഹചര്യങ്ങളുണ്ട്. ഒരുപക്ഷെ അതുകൂടി നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം പണ്ടൊക്കെ, ഇപ്പോൾ അണുകുടുംബങ്ങളാണ്, ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടി, മാതാപിതാക്കളില്ല. കാരണം ഈ ദമ്പതികൾ തനിച്ച് വളർത്തേണ്ട സാഹചര്യം. മുൻപൊക്കെ അവർ ജോലിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ പുറത്തേക്കൊന്ന് പോകേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ അടുത്തുള്ള വീട്ടിലോ അല്ലെങ്കിൽ ബന്ധുവീടുകളിലോ മക്കളെ ഏൽപ്പിക്കാമായിരുന്നു. ഇന്ന് ഇതിനെയൊക്കെ മറികടക്കാൻ, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് പകരം ഫോൺ, ഈ കുഞ്ഞുങ്ങൾക്ക് അവരുടെ കൈവശം ഫോൺ ഏൽപ്പിച്ചു കൊടുക്കും. അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ, ഇപ്പോൾ വർക്ക് ഫ്രം ഹോം, അങ്ങനെ ജോലി ചെയ്യുന്ന മാതാപിതാക്കളാണ് പലപ്പോഴും അവരെ ശല്യപ്പെടുത്താതിരിക്കാൻ കുട്ടികൾക്ക് ഈ ഫോൺ നൽകുന്നത്. പക്ഷേ അവർ എന്തൊക്കെ ഉപയോഗിക്കുന്നുവെന്ന് പലപ്പോഴും ശ്രദ്ധിക്കാറ് പോലുമില്ല. ഈ ആദ്യഘട്ടത്തിൽ ചെറിയ ഗെയിമുകളായിരിക്കും, ഒരുപക്ഷെ പതിയെ ആയിരിക്കും ഇതുപോലുള്ള
ഗെയിമുകളിലേക്ക്, അപകടം നിറഞ്ഞ ഗെയിമുകളിലേക്ക് എത്തിപ്പെടുന്നത്. ഈ ഒരു വിഷയത്തിൽ എന്താണ് താങ്കൾക്ക്, എനിക്ക് തോന്നുന്നു മാതാപിതാക്കളുടെ ഒരു ശ്രദ്ധക്കുറവ്, ജാഗ്രതക്കുറവ് തന്നെയല്ലേ നമ്മുടെ കുട്ടികളെ ഈ ഒരു രീതിയിലേക്ക്, അപകടത്തിലേക്ക് കൊണ്ടെത്തിച്ചത്? തീർച്ചയായിട്ടും. ഇപ്പോൾ യൂട്യൂബ് ആണെന്നുണ്ടെങ്കിലും മാതാപിതാക്കൾ കയറുന്ന ആ ഒരു ലിങ്കിൽ കൂടെ ആയിരിക്കരുത് കുട്ടികൾക്ക് കൊടുക്കുന്നത്. പാരന്റൽ കൺട്രോൾ എന്നൊരു സംവിധാനമുണ്ട്. അതിപ്പോൾ ഇൻസ്റ്റയ്ക്കാണെങ്കിലും യൂട്യൂബിനാണെങ്കിലും എല്ലാത്തിനും പാരന്റൽ കൺട്രോൾ ഉണ്ട്. അപ്പോൾ ആ തരത്തിൽ പേരൻസും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിരിക്കണം. അപ്പോൾ കുട്ടികൾക്ക് എന്തൊക്കെ കാണാം, എന്തൊക്കെ കാണാൻ പാടില്ല എന്ന് നമുക്ക് മുൻ നിർണ്ണയിക്കാനായിട്ട് സാധിക്കും. അത് തന്നെയല്ല, കുട്ടികൾ ഏതൊക്കെയാണ് കാണുന്നത് എന്നുള്ളൊരു സൂപ്പർവിഷൻ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത് കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം. അത് തന്നെയല്ല, അണുകുടുംബത്തിന്റെ പ്രത്യേകത മറ്റൊന്നാണ് ഒരു സുരക്ഷിതമായിട്ടുള്ള എൻവയൺമെന്റ് വേണം. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കുട്ടിക്ക് ഫോൺ ചെയ്യണം എന്നുള്ളൊരു സാഹചര്യം വരുമ്പോഴാണ് പലപ്പോഴും ഫോൺ ഇപ്പോൾ കൊടുക്കുന്നത്. പക്ഷേ അവർക്ക് സ്മാർട്ട് ഫോൺ കൊടുക്കണമെന്നൊരു നിർബന്ധവുമില്ല. കീപാഡുള്ള ഫോൺ കൊടുക്കാം, ലാൻഡ് ലൈൻ സംവിധാനം ഒരുക്കി കൊടുക്കാം. അപ്പോൾ ഈ തരത്തിലൊക്കെയും പേരൻസ് ചെയ്യണം. അത് തന്നെയല്ല, ഇതിന്റെ ഒരു ശാസ്ത്രീയ വശം നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് കുട്ടികൾ ഇതിന് അടിമപ്പെടുന്നു? ഇപ്പോൾ കൊറിയൻ പാട്ടാണെങ്കിലും അതിന്റെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവരുടെ ഒരു സീരീസ് വാച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വളരെ വൈകാരികമായിട്ടുള്ള രീതിയിൽ ആ തരത്തിലാണ് അവര് ആ ഒരു ഷോ നടത്തുന്നത് തന്നെ. ആ തരത്തിലാണ് മെസ്സേജ് കൺവേ ചെയ്യുന്നത്. അത് തന്നെയല്ല, ഈ ക്യാരക്ടറിനോട് വല്ലാതെ കുട്ടികൾക്ക് ഒരു ആത്മബന്ധം ഉണ്ടാകുന്നു. അവരെ ആ ഒരു ക്യാരക്ടറായിട്ട് അവര് കണക്കാക്കുന്നു. അത് തന്നെയല്ല, തങ്ങളും അതിന്റെ ഒരു ഭാഗമായിട്ട് കുട്ടികൾ ഫാന്റസൈസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനത്തെയൊക്കെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് അടിമപ്പെടുന്നതിനുള്ള സാഹചര്യം കൂടുതലാണ്. അത് തന്നെയല്ല, ഓരോ ടാസ്കും താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? കുട്ടിയുടെ തലച്ചോറിൽ ഡോപ്പമിൻ റിലീസ് ചെയ്യാണ്. കാരണം കുട്ടി അത് ജയിച്ചു. ആ ജയം നൽകുന്ന താൽക്കാലികമായിട്ടുള്ള ഒരു സുഖം അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള ഒരു ഡോപ്പമിൻ നമ്മുടെ തലച്ചോറ് റിലീസ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് വീണ്ടും വീണ്ടും അത് ലഭിക്കാൻ വീണ്ടും വീണ്ടും കിട്ടാനുള്ള വ്യഗ്രത വരുന്നു. അപ്പോൾ അടുത്ത ടാസ്കിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അടുത്ത ലെവലിലേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു ബൈക്കിൽ തുടങ്ങി ഒരു ബോട്ടിൽ അവസാനിക്കുന്നത് പോലെ ഒരു ലെവലിൽ തുടങ്ങി പല ലെവൽസും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാനുള്ള ഒരു വ്യഗ്രത കുട്ടികൾക്ക് വരുന്നു. കാരണം ഈ ഡോപ്പമിൻ റിലീസ് അവർക്ക് കൊടുക്കുന്ന സന്തോഷം നമ്മൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറമാണ്. അപ്പോൾ പേരൻസ് എന്താണ് ചെയ്യേണ്ടത്? ഈ ഡോപ്പമിൻ റിലീസ് ചെയ്യുന്നത് ഈ ഗെയിമിലൂടെ മാത്രമല്ല, ഗെയിമിന്റെ ലെവൽസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മാത്രമല്ല, ഏത് തരം അച്ചീവ്മെന്റും കുട്ടികൾക്ക് സന്തോഷം കൊടുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് സ്പോർട്സിലേക്ക് തിരിച്ചുവിടാം. കായികമായിട്ട് താല്പര്യമില്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ കലാപരമായിട്ട് അവരെ തിരിച്ചുവിടാം. പാട്ടിനോ സംഗീതത്തിനോ തിരിച്ചുവിടാം. അല്ലെങ്കിൽ ചെസ് പോലെയുള്ള ഗെയിമുകളിലേക്ക് അവരെ തിരിച്ചുവിടാം. ആ കുട്ടിക്ക് ഏതിനോടാണോ ഒരു ഇഷ്ടമുള്ളത് ആ തരത്തിൽ ആ കുട്ടിയെ തിരിച്ചുവിടാം. ഏതെങ്കിലും ഹോബീസിൽ. ഇതൊക്കെയും തന്നെ ഡോപ്പമിൻ റിലീസ് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ തരത്തിൽ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഒരു പക്ഷേ ആ കരിയർ പോലും ആ തരത്തിൽ അവർക്ക് ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അത് തന്നെയല്ല, ഈ ഓൺലൈൻ ഗെയിംസിലോട്ടുള്ള അഡിക്ഷൻ നമുക്ക് ഒരു നിർത്താനായിട്ട് സാധിക്കുകയും ചെയ്യും. പിന്നെ ചില കുട്ടികൾ ഇപ്പോൾ കോവിഡിന്റെ ആ ഒരു കാലഘട്ടത്തിന് ശേഷം ഒരുപാട് നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം കുട്ടികൾക്ക് ഈ ഗാഡ്ജറ്റിനോടുള്ള അഡിക്ഷൻ ഉണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ പേരൻസ് ചെയ്യുന്ന ഒരു തെറ്റായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്, തീരെ ഒരു അറ്റം പറ്റുന്ന സാഹചര്യം വരുമ്പോൾ പൊട്ടിത്തെറിച്ച് കുട്ടികളുടെ കയ്യിൽ നിന്ന് ഇത് പിടിച്ചു മേടിച്ചു വയ്ക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.